അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെ പടരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ആശങ്കയായി നിലനിൽക്കുന്നത്. മുൻപ് പല നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണോ എന്ന ഒരു പ്രസക്തമായ ചോദ്യമാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. കാരണം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ വർഷം 17 പേരാണ് ഈ രോഗം പിടിപെട്ട് മരണപ്പെട്ടത്. ഈ മാസം മാത്രം 7 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിച്ച് അല്ലെങ്കിൽ അത് ബാധിച്ച് മരിക്കാൻ ഇടയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. മുൻപ് രണ്ട് പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചതെന്ന കണക്ക് ആണ് സർക്കാർ പുറത്തുവിട്ടതെങ്കിൽ ആ കണക്കൊക്കെ ഈ ഒരു വലിയ നമ്പറിലേക്ക് അല്ലെങ്കിൽ അക്കത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. വലിയ ആശങ്കയാകുന്നുണ്ട്. കാരണം മുൻപ് കെട്ടിക്കിടന്ന വെള്ളത്തിൽ കുളിച്ചാലാണ് അസുഖം ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള ജാഗ്രത വേണം എന്ന നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് ടാങ്കിൽ വീട്ടിലെ ടാങ്കിലെ വെള്ളത്തിൽ കുളിച്ചവർക്ക് വരുന്നു. അത്തരത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകൾക്ക് ഈ രോഗം വരുന്നു എന്നുള്ളത്, എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത്, ഏത് ഘട്ടത്തിലാണ് പ്രതിരോധം നടത്തേണ്ടത് എന്ന ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇപ്പോൾ ഏറുകയാണ്. അതിൽ ഒരു വ്യക്തത ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവമായ ചർച്ചയ്ക്ക് തയ്യാറാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കെടുപ്പ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കൃത്യമായ കണക്ക് നിരീക്ഷിച്ച് അതിൽ എന്ത് നടപടി എടുക്കാൻ കഴിയുമെന്ന ഒരു തയ്യാറെടുപ്പിലാണ് സർക്കാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കൃത്യമായ പഠനം നടത്തി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ അസുഖം പിടിപെടുന്നത് എന്നതിൽ വ്യക്തത ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ വലിയ തോതിൽ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിലേക്ക് സർക്കാർ ചർച്ചയെ തിരിച്ചു വിടുന്നുമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, സംസ്ഥാനത്തെ സംബന്ധിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ആളുകളുടെ എണ്ണത്തിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം വളരെ വലുതാണെന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അപ്പോഴും ഇത്തരത്തിൽ രോഗം എങ്ങനെ ഉണ്ടാകുന്നു, അതിൽ ഏത് തരത്തിലാണ് പ്രതിരോധം തീർക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത കൂടി ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്.